21 verse 20. Praise the Lord. ദൈവവചനത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. I praise God for the word of God. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഈ വാക്യം വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? Anybody there who has at least read once this in his lifetime? ഞാൻ ആരെയും പോയിന്റ് ഔട്ട് ഒന്നും ചെയ്തില്ല. I'm not pointing out anybody. ദൈവസന്നിധിയിൽ ഉറപ്പോടെ പറഞ്ഞ ഒരിക്കലെങ്കിലും ഈ വാക്യം കണ്ട ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പേരുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വാക്യത്തിൽ നിന്ന് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ചെറിയ ദൂത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. And I am standing in the front of the Lord and would like to speak from this word what the Lord has spoken to me. ഇന്ന് പകലിൽ ഒത്തിരി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണേ. And we have to be in the presence of the Lord with prayer. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുന്ന് എന്നോടൊന്ന് സംസാരിക്കും. And when you pray, oh Lord, speak to me. That's what you should be praying. വെറും വാക്കുകളുടെ ഒരു അതിപ്രസരമാകരുത് നമ്മുടെ പ്രസംഗം. And our preaching should not be more of a words. അതിനേക്കാൾ ഉപരി കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന സംഭാഷണമാകണം. And let it be a one-to-one personal talking with the Lord. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. And with that prayer, let us be in the presence of the Lord. നമ്മുടെ ജീവിതം എല്ലാം വിലയേറിയതാണ്. And our life is precious indeed. ദൈവസന്നിധിയിൽ നമുക്കെല്ലാം യുണീക്കായ ഐഡന്റിറ്റി ഉണ്ട്. And we all have a unique identity. നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്, വ്യക്തമായ കണക്കുകൂട്ടലുകളുണ്ട്. And there is a special plan and a strategy in the presence of the Lord for each and individual people. എനിക്ക് എത്ര നീളമുണ്ടായിരിക്കണം, എത്ര വണ്ണമുണ്ടായിരിക്കണം, എൻ്റെ കളർ എന്തായിരിക്കണം, ഞാൻ ആരാകണം എന്നൊക്കെ ദൈവത്തിന് വ്യക്തമായി കണക്കുകൂട്ടലുണ്ട്. And there is a plan and there is a sum about each and every person, what an individual person should be on each and every character that we have. അതുകൊണ്ട് ആരും കണ്ണാടിയുടെ മുൻപിൽ പോയി ആരും പരിഭവം പറയരുത്. Therefore nobody should go to the in front of mirror and just simply complain. അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒന്നും പറയരുത്. Oh, my life has become like this, and don't ever say this type of complaint. ഒരിക്കൽ വെട്ടിത്തിളങ്ങുന്ന അഗ്നിയുടെ മുമ്പിൽ നിന്ന് മോശ ഒരു കംപ്ലൈന്റ് പറഞ്ഞു ദൈവത്തോട്. And Moses told a complaint in the presence of the Lord in front of the fire. മുൾപ്പടപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മോശ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനാണ്, ഞാൻ വിക്കനാണ്, എന്നെ കൊണ്ട് ഒന്നിനും പ്രയോജനമില്ല. And he told to the Lord, oh Lord, I am a person with stammer, I cannot even speak anything. അതിന് ദൈവം മോശയോട് പറഞ്ഞു, ആ മോശയെ ഓക്കെ എന്നാ ഞാൻ വേറൊരാളെ തിരഞ്ഞെടുക്കാന്നല്ല ദൈവം പറഞ്ഞു. But Moses, Lord didn't tell that, okay, that's fine, I will pick up another person. He didn't say that. അതിന് മോശയോട് ദൈവം പറഞ്ഞൊരു വാക്ക്. And this is what the Lord said to the Moses. മോശയെ മനുഷ്യന് വായ് കൊടുത്തതാർ ഞാനല്ലയോ? Oh Moses, is it not that I gave mouth to the man? ഊമനെയും ചെകിടനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ ഞാനല്ലയോ? Is it not that I have created the deaf and the dumb? അതുകൊണ്ട് നീ പോക. Therefore you go. എൻ്റെ വചനം നിന്റെ നാവിന്മേൽ ഞാൻ തരും. Therefore I will give you the word in your tongue. നീ സംസാരിക്കേണ്ടത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. I will tell you what you have to speak. അതുകൊണ്ട് നമ്മുടെ കഴിവുകളൊക്കെ അങ്ങ് മാറ്റിവെക്കണം. Or let us all throw away our talents away. മറ്റുള്ളവരെക്കാൾ എനിക്ക് യോഗ്യതയില്ലെന്നുള്ള ആ പരിഭവം എല്ലാം മാറ്റിവെക്കണം. Oh, you should throw away the complaints that you say that you don't have much of a talent. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശമുണ്ട്, വ്യക്തമായ കണക്കുകൂട്ടലുണ്ട്. There is a strategy and a plan from God about you. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിലപിടിപ്പുള്ളതാണ്. Therefore your life is very precious. അടുത്തിരിക്കുന്നവരെ ഒന്ന് കൈ കൊടുത്തിട്ട് പറ, നിങ്ങളുടെ ലൈഫ് പ്രഷ്യസ് ആണെന്ന്. And I give a hand to the next person and say you are precious. Precious pastor. പറ, ഒന്ന് പറഞ്ഞു. Amen. രണ്ട് മൂന്ന് പേരോടൊക്കെ ഒന്ന് പറ, you are precious എന്ന് പറ. Amen. 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 ഒന്ന് ഫ്രീ ആകെ, ദൈവസന്നിധി ഒന്ന് ഫ്രീ ആകെ. Precious. You are so precious. You're so precious. Amen. You are precious. Amen. Hallelujah. Amen. ഞാൻ ദൂതിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതൊന്ന് ദൈവസഭയെ പറയണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. And before I get into the main word, this is what the Holy Spirit has told me to speak to you. എന്തിനാണെന്ന് അറിയില്ല, പക്ഷേ ചിലരെ ബലപ്പെടുത്താനായത്. I don't know why, maybe to strengthen somebody. ഇന്ന് പകലിൽ സാമർത്ഥ്യം ഒന്നുമില്ലെങ്കിലും ദൈവം മുൻപാകെ നിങ്ങൾ വിലപിടിപ്പുള്ളവരാണ്. Let me tell you, you are precious and more valuable in the presence of the Lord, even though you don't count it. സദൃശവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. Let us all turn our attention to the Proverbs. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. This is what we read. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട്, മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. There is a treasure to be desired and oil in the dwelling of the wise, but the foolish man spendeth it up. വിശുദ്ധ വചനത്തിലെ അതിപ്രധാനമായ ഭാഗങ്ങളാണ് പോയറ്റിക് ബുക്സ് എന്ന് പറയുന്നത്.
And we can see one of the most important part of the books is the poetic books. കാവ്യാത്മ പുസ്തകങ്ങൾ എന്ന് പറയും, കാവ്യ പുസ്തകങ്ങൾ. And they are poetic in nature. മെയിൻലി 5 കാവ്യ പുസ്തകമാണ് നമുക്ക് വചനത്തിലുള്ളത്. And we can say there are 5 poetic books we find in Bible. ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, ഇവയാണ് 5 കാവ്യ പുസ്തകങ്ങൾ. And these are the 5 different books that we find in our Bible. അപ്പം ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഒരു കാവ്യാത്മ രൂപത്തിലാണ്. And they are all written in the phrases of a poem. അപ്പോൾ തന്നെ ഒരു കവിത ചൊല്ലുന്നത് പോലെയാകണം ഇത് ചൊല്ലേണ്ടത്. Therefore you should be telling and reciting as you are saying a poem. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആൽബിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സങ്കീർത്തനങ്ങളൊക്കെ പ്രത്യേകിച്ച് യഹൂദന്മാർ ചൊല്ലുമ്പോൾ അതിനൊരു കാവ്യാത്മ രൂപമുണ്ട്. And yesterday I gave Albi brother a video about how this particular psalms should be recited. നമ്മൾ 23-ാം സങ്കീർത്തനമൊക്കെ ഒറ്റ ട്യൂണിൽ അങ്ങ് പാടിപ്പോവാ. And we are singing the Psalm 23 in just one tune. ചില 30 സെക്കൻഡ് മാത്രമേ എടുക്കത്തുള്ളൂ നമുക്ക് 23-ാം സങ്കീർത്തനം വായിക്കാൻ. And 30 seconds is enough for us to read Psalms 23. എന്നാൽ അങ്ങനെയല്ല ഈ കാവ്യാത്മ പുസ്തകങ്ങൾ വായിക്കേണ്ടത്. And that's not the way that you should be reciting these poems. അതൊക്കെ വായിക്കാൻ ഒരു രീതിയുണ്ട്. And there is a way that you should recite it. അതുകൊണ്ടാണ് ദാവീദ് പാട്ടുകാരനാണെന്ന് പറയുന്നത്. And that's the reason we say that David was a songwriter. ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? 23-ാം സങ്കീർത്തനം എങ്ങനെയാണ് യഹൂദന്മാർ പാടുന്നതെന്ന് നോക്കണേ. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇതിന്റെ ഒരു ഉദാഹരണം കാണിച്ചതാണ്. I should show you an example too. അപ്പം ഇങ്ങനെയാണ് ഈ കാവ്യാത്മ പുസ്തകങ്ങൾ വായിക്കേണ്ടത്. These are the ways that the poetic psalms should be read. അപ്പം ഇങ്ങനെ നമുക്കൊക്കെ ഒറ്റ ട്യൂണേ ഉള്ളൂ അല്ലേ? We all have only one tune. യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് അങ്ങനെ അങ്ങ് പോവാ. And we say the Lord is my shepherd, I shall not want, and we just go. അപ്പം ഈ രീതിയിലായിരിക്കണം ഈ poetics books വായിക്കേണ്ടത്. അതാണ് അതിന്റെ ക്രമം. And that's the way that we should be reading the poetic books. അപ്പം ഇവിടെ നമ്മൾ വായിച്ച ഈ ഭാഗം, ഈ ബുക്ക് ഈ poetics booksനകത്ത് പെടുന്ന ബുക്കാണ്. And the Proverbs is one of the poetic books. നമുക്കറിയാം ശലോമോനെ കുറിച്ച് നമുക്കറിയാം. We know about Solomon. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. He was a person with wisdom on wisdom. ദാവീദിന്റെ മകനായ ശലോമോൻ. The son of David. അപ്പം ശലോമോൻ സദൃശവാക്യങ്ങൾ എഴുതുകയാണ്. And here is Solomon writing the Proverbs. എത്ര സദൃശവാക്യം എഴുതിയെന്ന് അറിയാമോ? How many of them he wrote? അല്ല, 3000 സദൃശവാക്യം ശലോമോൻ എഴുതി. Almost 100,000. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ശലോമോൻ എത്ര സദൃശവാക്യം എഴുതിയെന്ന് നമുക്ക് കാണാൻ കഴിയും. We can read in another part where how many of them the Solomon wrote. 1 Kings chapter 4 verse 32. നോക്കിക്കേ. അപ്പം ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോണം, ശലോമോൻ എത്ര സദൃശവാക്യം എഴുതി? 3000 സദൃശവാക്യം എഴുതി. എത്ര ഗീതങ്ങൾ എഴുതി? 1005 ഗീതങ്ങൾ എഴുതി. പറഞ്ഞോട്ടെ.
And we can see that he had 3,000 proverbs and he had about 1,005 of his songs. നമുക്ക് 900 സദൃശവാക്യം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. And we can see we have only 900 of them that we have in our hand. 2100 സദൃശവാക്യം എവിടെയാണെന്ന് ഇന്നും അറിയത്തില്ല. And we don't know how 2,100 where it is now. നമ്മുടെ കയ്യിലുള്ള ഈ പുസ്തകത്തിനകത്ത് 900 സദൃശവാക്യങ്ങളുണ്ട്. And we can see we have about 900 proverbs in the Bible. എന്താണ് ഈ സദൃശവാക്യത്തിന്റെ അർത്ഥം? And what do you mean by the proverbs? ഈ ഹീബ്രു വേർഡിൽ അതിന് കൊടുത്തിരിക്കുന്ന വേർഡ് മഷാൽ എന്ന പദമാണ്. മഷാൽ. And we can see in Hebrew word this is called mashal. അതിന്റെ അർത്ഥം ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. A saying that imparts the wisdom of experience to others and the ways to live according to Yahweh. നാം പ്രാപിച്ചിരിക്കുന്ന അനുഭവങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തവരെ യഹോവയുടെ വഴിയിലേക്ക് നടക്കുവാൻ പ്രാപ്തരാക്കുന്നതിന്റെ പേരാണ് മഷാൽ എന്ന പേര്. And the meaning of mashal is that you're using your experience and the wisdom that you have, and by saying it to the next person and bringing that person to the way of Jehovah, that's what we call it as mashal. ദൈവം നമുക്ക് തന്നിരിക്കുന്ന എക്സ്പീരിയൻസ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരുവനെ നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ഇടപാടിലൂടെ ദൈവത്തിങ്കിലേക്ക് വഴി നടത്തുന്നതിന് പറയുന്ന പേരാണ് മഷാൽ അല്ലെങ്കിൽ സദൃശവാക്യം. Again, mashal is nothing but that you are imparting your wisdom and the knowledge that you have and the experience that you have by saying to somebody and leading somebody to the path of Jehovah. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. Let me ask you one question. നമ്മുടെ സംസാരത്തിലോ നമ്മുടെ ഇടപാടുകളിലോ നമ്മുടെ സംഭാഷണങ്ങളിലൂടെ നമുക്കൊരാളെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. Today you have to understand yourself that with your experiences and with your own behavings, are you able to lead somebody to the way of Jehovah? അത് നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ സ്തോത്രം മറ്റുള്ളവരെ ദൈവ വഴിയിൽ നിന്ന് തെറ്റിക്കാറുണ്ടോ എന്ന് ഇന്ന് പകലിൽ ഒരു സ്വയശോധന നമ്മൾ നടത്തണം. We have to consider ourselves today and try to understand whether with our ways and our experience and our life we are turning somebody away from the presence of the Lord. നമ്മളായിരിക്കുന്ന മേഖലകളിൽ കർത്താവിന്റെ റെപ്രസെന്റേറ്റീവ് ആകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Are you being able to be a representative of our God? ദൈവത്തിന്റെ അംബാസഡേഴ്സ് ആകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Are you able to become an ambassador of the Lord? Christ like nature നമ്മളായിരിക്കുന്ന മേഖലയിൽ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ? Are you able to bring forth the fruit like the Christ like nature in your life? ഇല്ല എങ്കിൽ ഇന്ന് പകലിൽ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരണം. If it is not, you have to have a prayer risen from you. ദൈവമേ, ഞാൻ ആയിരിക്കുന്നിടത്ത് അങ്ങയെ വെളിപ്പെടുത്താൻ, അങ്ങയെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു കൃപ എൻ്റെ മേൽ പകരണമെന്ന് ഇന്ന് പകലിൽ നമ്മൾ പ്രാർത്ഥിക്കണം. And you have to ask and cry for the grace, oh Lord. If it is not there, Lord, let me be a person that brings somebody into you. ദൈവ വഴി വിട്ട് പോകുന്ന ഒരുവൻ നിന്നെ കാണുമ്പോൾ നിന്റെ ദൈവം ആരെന്ന് ചോദിക്കുന്ന തരത്തിൽ ഒരു റിഫ്ലക്ഷൻ ഒരു നമ്മളിൽ നിന്ന് പുറപ്പെടാൻ ഇടയായി തീരണം. When a backslider sees you, he has to ask you by seeing your life who you serve, and he has to being in touch with Jehovah. Hallelujah. Hallelujah. അതാണ് സദൃശവാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. That's what it means by the mashal or proverbs. ശലോമോന്റെ ഈ സദൃശവാക്യം നമ്മൾ വായിക്കുമ്പോൾ when we read all the proverbs of Solomon, എല്ലാ കാറ്റഗറിയിലുമുള്ള ആളുകളെ ശലോമോൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. and we can see he has organized every characteristics or every different types of people. രാജാക്കന്മാർക്ക് കൊടുക്കേണ്ടത് ശലോമോൻ കൊടുത്തിട്ടുണ്ട്. He has given the proverbs to the kings. മാതാപിതാക്കന്മാരോടുള്ള ദൂത് ഇതിനകത്ത് കിടപ്പുണ്ട്. And the message to the parents is here. മക്കൾക്ക് കൊടുക്കേണ്ട ദൂത് ഇതിനകത്ത് കിടപ്പുണ്ട്. And there's a message that's been given to the children. യജമാനന്മാർക്ക് ദാസന്മാർക്ക് കൊടുക്കേണ്ട ദൂത് ഇതിനകത്ത് കിടപ്പുണ്ട്. The message to the master and the slaves is given here. അപ്പം എല്ലാ കാറ്റഗറിയെയും ടച്ച് ചെയ്താണ് ഈ സദൃശവാക്യം എഴുതിയിരിക്കുന്നത്. And this proverbs is written by touching all the categories of life. അതുകൊണ്ടാണ് ശലോമോനെ ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ എന്ന് പറയുന്നത്. Therefore it is because Solomon is called that he was a person with wisdom on wisdom. ഇത്രയും പേരെ അവൻ ടച്ച് ചെയ്തെങ്കിലും, and if he has touched
touched all these people. ഇത്രയുള്ള വിഭാഗത്തെ രണ്ടായി അവൻ കാറ്റഗറൈസ് ചെയ്തു. And all these people he categorized into two. ഒന്ന് ജ്ഞാനിയായവൻ, And the one with the wisdom, രണ്ട് മൂഢനായവൻ. and the other one is a fool. ഈ ഒരു റൈറ്റിംഗ് സ്കില്ല് നമുക്ക് ഇതിനകത്ത് കാണാം. And those are the writing skills we can say here. ജ്ഞാനിയായ രാജാവ്. Oh, the person with knowledge. അപ്പോൾ തന്നെ പറയുന്നുണ്ട് മൂഢനായ രാജാവ്. And we can say king who is fool. ഒരു ഭാഗത്ത് അവൻ പറയുന്നുണ്ട് നീതിമാനെ കുറിച്ച് പറയുന്നുണ്ട്. We have said somebody who is righteous indeed. അപ്പോൾ തന്നെ ദുഷ്ടനെ കുറിച്ച് പറയുന്നുണ്ട്. At the same time evil doers is being told. ഇവന്റെ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. We see everything in this. ഇവിടെയും നമ്മൾ വായിച്ച വാക്യം അതേ ഭാഗമാണ്. And what we read here is exactly the same thing. ജ്ഞാനിയായ മനുഷ്യനെ കുറിച്ച് ശലോമോൻ പറയുന്നു. Here is a person that about wise person he is talking about. ഇങ്ങനെയാണ് വായിക്കുന്നത്. This is how he is read. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ, oh, in the wise man's place, വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. there is a treasure and a desired oil. എന്നാൽ മൂഢൻ അത് ചെയ്യുന്നത്, But what the foolish does, അവയെ ദുർവ്യയം ചെയ്തു കളയും. he just spendeth it away. എന്താണ് ദുർവ്യയം എന്ന വാക്കിന്റെ അർത്ഥം? What does it mean by spending it spoilless? അതിനെ ദൂർത്തടിച്ചു കളയുന്നു. He will just spoil and spend it away. ജ്ഞാനി എന്ത് ചെയ്യുന്നു? What does the wise do? അവൻ വിലയേറിയ നിക്ഷേപം അവന്റെ ഭവനങ്ങളിൽ അവനുണ്ട്. But he will keep the treasure in his house. അവൻ ഫ്യൂച്ചറിനെ നോക്കി, He will look into the future. അവന്റെ കാര്യങ്ങളെ ക്രയവിക്രയം ചെയ്യുമ്പോൾ Whenever he goes and does his things, മൂഢൻ ചെയ്തത്, or what the fool does, അവന്റെ നിക്ഷേപം മൊത്തം അവൻ ഒഴുക്കി കളയുന്നു. all his wealth he just spendeth. ആ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. Let us all praise God. എന്താണ് ജ്ഞാനം? What do you mean by wisdom? വിശുദ്ധ വചനത്തിൽ ജ്ഞാനത്തിന്റെ ഉറവിടം എവിടെയാണ്? Or do you know where is the root of wisdom? നിങ്ങളെ ആ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. Let me bring into you that place. ആ ഭാഗം സദൃശ്യവാക്യത്തിലാണ്, ഇയ്യോബിലാണ് കിടക്കുന്നത്. It is in Job that we see that. ഇയ്യോബിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ Let us വരുമ്പോൾ turn our attention to 28th verse, chapter. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ക്ഷർനെ നോക്കി He will look into the future. അവന്റെ കാര്യങ്ങളെ ക്രയവിക്രയം ചെയ്യുമ്പോൾ Whenever he goes and does his മൂഢൻ things, ചെയ്തത്, or what the fool does, അവന്റെ നിക്ഷേപം മൊത്തം അവൻ ഒഴുക്കി കളയുന്നു. all his wealth he just spendeth. ആ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. Let us all praise God. എന്താണ് ജ്ഞാനം? What do you mean by wisdom? വിശുദ്ധ വചനത്തിൽ ജ്ഞാനത്തിന്റെ ഉറവിടം എവിടെയാണ്? Or do you know where is the root of wisdom? നിങ്ങളെ ആ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. Let me bring into you that place. ആ ഭാഗം സദൃശ്യവാക്യത്തിലാണ്, ഇയ്യോബിലാണ് കിടക്കുന്നത്. It is in Job that we see that. ഇയ്യോബിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ Let വരുമ്പോൾ us turn our attention to 28th verse, chapter. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യം കിടപ്പുണ്ട്. In 20th verses there is a question happening. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. It is how it is പിന്നെ read. ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? Where does the wisdom come? വിവേകത്തിന്റെ ഉത്ഭവ സ്ഥാനം എവിടെ? Tell me, where is the place of understanding? ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ഈ ജ്ഞാനം ലഭിക്കും? Which university I can go and get this wisdom? എവിടെ ചെന്നാൽ എനിക്ക് വിവേകം ലഭിക്കും? Where can I get this understanding? ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിക്കുക. This is a question in the book of Job. അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. In the 28th verse we read, അതിന്റെ ഉത്തരം അവിടെ കിടപ്പുണ്ട്. this is what it recites. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. Oh, the fear of the Lord is the wisdom. ദോഷമകന്നു നടക്കുന്നത് വിവേകം. And the one who's depart from evil is understanding. ഇന്ന് പകലിൽ എത്ര പേർക്ക് സ്തോത്രം How ചെയ്യാൻ many people കഴിയുന്നുണ്ട്? can praise God? നിങ്ങൾക്ക് എത്ര PhD ഉണ്ടെന്നുള്ളതല്ല വിഷയം. It doesn't matter how much PhD you have. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ജ്ഞാനം? Oh, what is the basis of being the man with the understanding? കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. The wisdom is the fear of the Lord. ദോഷമകന്നു നടക്കുന്നത് വിവേകം. The one who goes away from the evil doing is understanding. Glory to God. Hallelujah. ഇതേ ഭാഗം സദൃശ്യവാക്യങ്ങളിൽ കിടപ്പുണ്ട് കേട്ടോ. And this is the same verses we can see in the Proverbs 2. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. സദൃശ്യവാക്യം In Proverbs 1 verses 7. അവിടെ ഇങ്ങനെ വായിക്കുന്ന യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. The fear of the Lord is the beginning of the knowledge. അപ്പോൾ തന്നെ സദൃശ്യവാക്യം 9-ന്റെ 10-ലും ഇതേ ഭാഗം കിടപ്പുണ്ട്. Proverbs 9:10 we read like this. ഇങ്ങനെ പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാന വിവേകവുമാകുന്നു. The fear of the Lord is the beginning of the knowledge of the holy is an understanding. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം നിങ്ങൾ പഠിച്ചു കയറണം. Oh, how much you can study in it, become an educated, be educated. എത്രത്തോളം PhD എടുക്കാമോ അത്രത്തോളം PhD എടുത്തോണം. How much PhD you can
you can carry on with the PhDs. എന്നാൽ അതല്ല നിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. But that is not the wisdom. അതല്ല നിന്റെ വിവേകം എന്ന് പറയുന്നത്. That is not the understanding. ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയാം. Oh, in the basis of the word of God I can tell you. കർത്താവിനോടുള്ള ഭക്തി തന്നെ നിന്റെ ജ്ഞാനമായിരിക്കട്ടെ. Let the wisdom be the fear of the Lord. ദോഷം അകന്നു നടക്കുന്നത് തന്നെ നിന്റെ വിവേകമായിരിക്കട്ടെ. Departing from the evil be the understanding. അക്കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. Oh, let us praise God. Hallelujah. അപ്പം ജ്ഞാനി എങ്ങനെയാണ് ജീവിതം ചെലവഴിക്കുന്നത്? How does a wisdom live his life? മൂഢൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? How a fool lives his life. അപ്പം ജ്ഞാനി തന്റെ ഫ്യൂച്ചറിനെ നോക്കി കാര്യങ്ങളെ കൈകാര്യം The wise man looks into the future and does his work. എന്നാൽ മൂഢൻ അത് മൊത്തം ദുർവ്യയം ചെയ്യും. But the fool, he despises everything. ഇവിടെ വായിച്ച വാക്യത്തിൽ എന്താണ് ഈ നിക്ഷേപം എന്ന് പറയുന്നത്? What does it mean by treasure? ഈ നിക്ഷേപം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നത്, And when we learn about treasure, this is the thing that comes into our mind. നമ്മൾ നേടിയെടുത്ത മണിമാളികളാണ്. And all the great palaces that we build it. നമ്മൾ നേടിയെടുത്ത ഗോൾഡോ ഡയമണ്ടോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേരിടാം. Or you can give any name to that, maybe the gold or diamond or whatever precious things that you have. പ്രത്യേകിച്ച് നിക്ഷേപം എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക്. Whenever the treasure word comes in, those are the things that comes into our mind. ആസഫ് സങ്കീർത്തനങ്ങൾ 73 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 73 Psalms, Asaph, let's say it like this. 73:25 ഇങ്ങനെ മനോഹരമായ ഒരു വാക്യം കിടപ്പുണ്ട്. 73 verses 25, it is written like this. സ്വർഗ്ഗത്തിൽ എനിക്ക് ആരുള്ളൂ? Who is there in heaven? ഭൂമിയിലും അല്ലാതെ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. And I don't desire anything on earth. ഇന്ന് പകലിൽ ദൈവസഭയെ, ദൈവമക്കളെ, Oh dear brothers and dear sisters, നമ്മുടെ നിക്ഷേപം ഈ ഭൂമിയിലുള്ള മണിമാളികകളാകരുത്. oh, our treasure should not be anything that belongs to this world. നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ബാങ്ക് ബാലൻസ് ആകരുത്. Oh, our treasure should not be in the bank balance that we have. സ്വർണ്ണമോ ഡയമണ്ടോ ഗോൾഡ് ഒന്നും ആകരുത് നമ്മുടെ നിക്ഷേപം. Our treasure should not be gold or on the diamonds that we have. ഇന്ന് പകലിൽ സങ്കീർത്തനക്കാരനോട് കൂടെ എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? Oh, how can call out with the psalmist and say, നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. Oh Lord, without you I don't desire anything. അങ്ങാണ് എൻ്റെ നിക്ഷേപം. Oh Lord, He is my അങ്ങാണ് desire. എൻ്റെ സമ്പത്ത്. He is my wealth indeed. ഇന്ന് പകലിൽ ആ ബോധമുള്ള ദൈവമക്കൾ ഒരുമിച്ച് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Oh, hallelujah. Thank you, Jesus. അവനായിരിക്കട്ടെ നമ്മുടെ നിക്ഷേപം. Oh, let that be the treasure of us. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ മെറ്റീരിയൽ ബ്ലെസ്സിംഗ് കൊണ്ട് അളക്കരുത്. Oh, you should not measure yourself with the treasure with the material ഇന്ന് things. പകലിൽ പറയാൻ കഴിയണം എനിക്കൊരു നിക്ഷേപമുണ്ട്. You should be able to tell that I have a treasure. മനോഹരമായ ഒരു പാട്ടുണ്ട്. There is a beautiful song like this. അത് ടി ഷാർപ്പില പാടുന്ന ഇങ്ങനെ മനോഹരമായ ഒരു പഴയ പാട്ടാണ്. എനിക്ക് യേശുവുണ്ട് ഈ മരുവിൽ എനിക്കെല്ലാം. എൻ്റെ കർത്താവിന്റെ ദാസനെ ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ ഈ പാട്ട് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. This song just came into my heart as soon as I was ഞാൻ ഈ preparing. പാട്ട് പാടി പിന്നെ അങ്ങ് വർഷിപ്പ് ചെയ്യും. And then I started worshiping the ഈ Lord. പിന്നെ മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. And then I didn't get a time to ഇന്നലെ prepare. രാത്രി 11 മണിക്കായിരുന്നു. And then I sat with 11 o'clock on this. ആ പാട്ടിന്റെ ചില ഈരടികൾ നമുക്കൊന്ന് പാടാം. Let us all sing 2-3. എനിക്ക് യേശുവുണ്ട് മരുവിൽ എല്ലാമായെന്നും എന്നറിയുക. എനിക്ക് യേശുവുണ്ട് മരുവിൽ എല്ലാമായെന്നും എന്നറിയുക. ഞാൻ ആകുലനായിടുവാ മനമേ ഇനി കാര്യമില്ല. ഞാനാകുലനായിടുവാ മനമേ ഇനി കാര്യമില്ല. ദീനവും നിനക്കവൻ മതിയാ. ദീനവും നിനക്കവൻ അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? ആ കരമൊന്ന് ഉയർത്തി. എനിക്ക് എല്ലാമാ എനിക്ക് യേശുവുണ്ട്. എനിക്ക് യേശു എല്ലാമായൊന്നുമെൻ നരികിൽ. കാടും ശോധന വേളയിലും
പാടിയൻ മനം ആശ്വസിക്കും. കാടും ശോധന വേളയിലും പാടിയൻ മനം. എന്റെ അനുഗ്രഹങ്ങൾ എവിടെ നേടും ഞാനതിലാനും അനുഗ്രഹങ്ങൾ എനിക്കേശുവുണ്ടി മാരുവിൽ എല്ലാമായെന്നുമെന്നറിയ എനിക്കേശു. ആ കരോക്കെ ഹൃദയത്തോട് വെച്ചിട്ട് എന്നോടെ നാളുകളി ആരേശുവെ സേവിച്ചു. എന്നോടെ നാളുകളി ആരേശുവെ സേവിച്ചു ഞാൻ. ഓ കരഞ്ഞിന്നു വിതച്ചിരുന്നു എനിക്കേശുവുണ്ടി മാരുവിൽ എല്ലാം. സങ്കീർത്തനക്കാരൻ പറയുക, And the psalmist says, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? oh, in heaven who is there? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. And in earth without you I don't desire anything. അപ്പോൾ നമ്മുടെ നിക്ഷേപം എന്തായിരിക്കണം? Where should be our treasure? നിങ്ങൾക്ക് അതുകൊണ്ട് ജോലി വേണ്ടെന്നല്ല പറയുന്നത്. And therefore I don't say that you should not have a work. നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. I'm not telling that you should not have bank balance. നിങ്ങൾ സ്വരൂപിക്കേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. I'm not telling that you have to capture it. അതിനേക്കാളൊക്കെ ഉപരിയായി And before more than that, നമ്മുടെ നിക്ഷേപം അവനായിരിക്കണം. oh, our treasure should be He. നമ്മുടെ നിക്ഷേപം അവിടെ ആയിരിക്കണം. And our treasure should be in heaven. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. And therefore that's the reason in Matthew it is said. പെട്ടെന്ന് ഒന്ന് എടുക്കണേ, 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. Matthew 6 verses 19 to 21. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. This is what we read. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ വായ് കൊണ്ട് അറിയിച്ച അല്ലെങ്കിൽ മൊഴിഞ്ഞ മൊഴികളാണ്. And these are the words that he spoke from his word. കർത്താവ് ഇങ്ങനെ പറയുന്നത്, This is what he said. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം നിരൂപിക്കരുത്. And he says, lay not yourself treasure upon earth, where moth and rust doth corrupt. അടുത്ത വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. Oh, but lay yourself treasures in heaven, where the moth and the rust doesn't corrupt and the thieves break through the steel. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, This is what we read. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. Where your treasure is, there will be heart also. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. Where your treasure is, there your heart will be. എവിടെയാണ് നമ്മുടെ നിക്ഷേപം ഉണ്ടാകേണ്ടത്? Where should our treasure be? അത് സ്വർഗ്ഗത്തിലായിരിക്കണം. Oh, it should be in heaven. ഇന്ന് പകലിൽ നിക്ഷേപം നിങ്ങളുടെ ഈ ഭൂമിയിലാകരുത്. And your treasure should not be in honor. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. This is what our Lord Savior said. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ മാറിപ്പോകുന്നതാണ്. Oh, the treasure of the world will be passed away. എന്നാൽ അതിനേക്കാൾ ഉപരി സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകണം. But there should be a treasure in heaven. ഇന്ന് പകലിൽ ഇതുവരെ നിക്ഷേപിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ ദൂത് നിന്നോടാണ്. നിന്റെ സ്വർഗ്ഗത്തിലുള്ള നിക്ഷേപം എത്രമാത്രമാണ്? And if there is no treasure in heaven, and if you think so, today I am talking to you and this message is for you. ഇന്ന് പകലിൽ പ്രിയരെ, എങ്ങനെയാണ് സ്വർഗ്ഗത്തിൽ നിക്ഷേപിക്കാൻ കഴിയുക? How we can put our treasure in heaven? നമുക്കറിയാം ഈ ഭൂമിയിൽ നമ്മൾ നിക്ഷേപിക്കാൻ പല മാർഗങ്ങളുണ്ട്. And there are many ways that we can put our treasure. നമ്മുടെ ബാങ്കിലേക്ക് നമ്മുടെ പണം വരുത്താം. And we can bring our own wealth. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ പണം നിക്ഷേപിക്കാം. We can put our treasure in stock market. സ്വർഗ്ഗത്തിൽ എങ്ങനെയാണ് എനിക്ക് നിക്ഷേപം ഉണ്ടാക്കാൻ കഴിയുന്നത്? But how can we have a treasure in heaven? സ്വർഗ്ഗത്തിൽ എങ്ങനെയാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? And how can we invest in heaven? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാം. Today I am calling out a message. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ പണവും
ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ കുഞ്ഞേ, സ്വർഗത്തിന്റെ നിക്ഷേപത്തിൽ നിന്റെ നിക്ഷേപം പൂജ്യമാണ്. And if your wealth or your life, if you are not able to treasure yourself and give it to the Lord, it is very difficult to say that you have a treasure in heaven. അയ്യോ, ഈ ഭൂമിയിൽ ബാങ്ക് ബാലൻസ് കുറയുമ്പോൾ നമുക്ക് എത്രമാത്രം വെപ്രാളമാണ് അല്ലേ? Oh, when the bank balance goes down, how much troubled we are. ഈ ലോകത്തിലെ ബാങ്ക് ബാലൻസ് സീറോ ആവുമ്പോൾ എത്രമാത്രം വെപ്രാളമാണ് അല്ലേ? Oh, you know that when your bank balance goes down, how much you are worried. സ്വർഗ്ഗത്തിലെ നിന്റെ നിക്ഷേപം എത്രയാണ്? But how is the treasure and how much is the treasure in heaven? പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? Oh, when the price is given in the day of that day in the heaven, are your hands going to be strengthened indeed? പകലിൽ ചിന്തിക്കണം. Oh, you have to listen and think thought about ദൈവരാജ്യത്തിന് വേണ്ടി for the heavenly treasure. Oh, you have to give your your age, നിന്റെ സമയവും, your time, നിന്റെ ഫൈനാൻസും, your finance, ദൈവരാജ്യ ബിൽഡിങ്ങിന്, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി, for the expansion of the God's word. നിനക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, and if you are not able to spend it, you are something missing terribly. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് മിസ് ആകുന്നുണ്ട്. You are missing terribly in something in your life. ഇന്ന് പകലിൽ ആ കാഴ്ചപ്പാടിലേക്ക് ദൈവമക്കൾ കയറണം. Oh, you have to stand into that visionary. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. Oh, you have to mold your life based on the thoughts of the heaven. ഈ ഭൂമിയിലെ നിന്റെ ആയുസ് നിമിഷം കൊണ്ട് തീരും കേട്ടോ. Oh, your life on this earth will finish in a minute. ചിലർ 70 വരെ ജീവിച്ചിരിക്കാം. Some people 70. ചിലർ 50 വരെ ജീവിച്ചിരിക്കാം. Some 50. ചിലർ 30 വരെ ജീവിച്ചിരിക്കാം. Some 30. ചിലർക്ക് അതിന് കഴിയത്തില്ലെന്ന് വരാം. Oh, there may be some who will not. എന്നാൽ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ, but the time that God has given you, സ്വർഗ്ഗത്തിൽ നിന്റെ നിക്ഷേപം എന്താണ്? how is the treasure in your heaven? ആത്മാവ് ഇന്ന് പകലിൽ നിന്നോട് ചോദിക്കുന്നു. Oh, today the Holy Spirit is asking you, സ്വർഗ്ഗത്തിൽ നിന്റെ നിക്ഷേപം എന്താണ്? what is your treasure in heaven? Hallelujah. Thank you, Jesus. ഞാൻ ഈ ദൂത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തപ്പോൾ, when I was preparing this message, പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരാളാണ് ഗ്രഹാം സ്റ്റെയിൻസ്. and this is the person who came into my heart was Graham Steins. സാധാരണമായ ജീവിത നിലവാരങ്ങളിൽ ജീവിച്ചു വന്ന വ്യക്തി. This was a person who was very ordinary person, and he came. ഓസ്ട്രേലിയയിൽ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടെ ജീവിച്ച വ്യക്തി. And he was having all what he needs to live in his life in Australia. ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. And he had a great business too. എന്നാൽ ഞാൻ ചിന്തിച്ചു പോയൊരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. And this is what the thought that came into my mind. എന്താണ് ഈ ദൈവദാസനെ ഇന്ത്യയിലേക്ക് നടത്താനുള്ള കാരണം? Why and what was the reason that he was called to India? എന്താണ് ഇന്ത്യയിൽ എന്ന ദേശത്തേക്ക് വരാൻ ഇദ്ദേഹത്തെ ട്രിഗർ ചെയ്തത്? And what was the reason that triggered him to come to ഈ India? വചനത്തിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം പറയാം. And let me tell you by the word of God what I understood. ഒരുപക്ഷേ ഈ ദൂത് കേറി കത്തിക്കാണും. Oh, maybe that this message came into his life as a fire. ഭൂമിയിലെ നിക്ഷേപങ്ങളെല്ലാം പുഴുവും തുരുമ്പും എടുക്കുന്നതാണ്. All the treasures of the world can be molded and can be destroyed indeed. ദൂത് കേറി കത്തിക്കാണും കേട്ടോ. Oh, this message would have gone into his heart. സ്വർഗ്ഗത്തിൽ എനിക്ക് നിക്ഷേപം എന്നുള്ള ഒറ്റ ബോധ്യത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വണ്ടി കയറിയത്. And I'm sure he was convinced that I need a treasure in heaven, and he moved on. 1999 1999 ജനുവരി മാസം 22-ാം തീയതി, oh, 22nd of January, തന്റെ രണ്ടാം പൈതങ്ങളുമായി അദ്ദേഹം യാത്രയാവുകയാണ്. and he went on a journey with his two sons. ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ചെന്നു. And he went to a village. അവിടെയുള്ള ആ പകൽ മുഴുവൻ അവർ അധ്വാനിച്ചു. And he really had a great work on the morning. അവിടെ കുഷ്ഠരോഗികളെ അദ്ദേഹം പരിചരിച്ചു. And he took care of the leper. രാത്രി ചെറിയൊരു ഗോസ്പൽ മീറ്റിംഗ് നടത്തി. And then he had a small gospel meeting at night. രാത്രി വൈകാറായതുകൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. And because it was too late, he was not able to come back. കുഞ്ഞുങ്ങളും ക്ഷീണിതരാണ്. And the children were also tired. അതുകൊണ്ട് അവർ തീരുമാനിച്ചു വണ്ടിയിൽ കിടന്നുറങ്ങാം. And they decided that let me sleep inside the van. അങ്ങനെ തന്റെ പൈതങ്ങളുമായി അദ്ദേഹം കിടന്നുറങ്ങുക. And he and his two children they slept in the van. തന്റെ ഭാര്യ ഗ്ലാഡിസും മോളെസ്തറും വീട്ടിലാണ്. And we can see the daughter and the wife is at home. 10 വയസ്സുള്ള ഫിലിപ്പും and the 10-year-old Philip 6 വയസ്സുള്ള തിമോത്തി and 6-year-old Timothy. പപ്പായോട് കൂടെ വണ്ടിക്കകത്ത് കിടക്കുക. And he is sleeping with his papa. ഒരുപക്ഷേ കൊതുക് കാണുമേ. And maybe there were mosquitoes there. അതൊക്കെ കടിച്ച് അവർ കിടക്കുക. And they were all taking the blood off, but they were standing. പെട്ടെന്ന് ഹിന്ദു ടെററിസ്റ്റ് വരിക. The right wing came in. ദാരാ സിംഗിന്റെ നേതൃത്വത്തിൽ ബജറംഗ് ദൾ വന്നു. And we can see Dara Singh and his leadership came in അവർ through. കിടന്നിരുന്ന വാഹനത്തെ ലക്ഷ്യമാക്കി വരിക. And they are coming by looking into this van. അവർ
അവരുടെ വാഹനത്തിലേക്ക് അവർ പെട്രോൾ ഒഴിച്ചു. And they threw the fire, put the petrol into the van. ഒരു പക്ഷേ ഇവർ ചാടി എഴുന്നേറ്റ് കാണും. And maybe they might have got, എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി അവർ പരിശ്രമിച്ചു കാണും. they may have got up and tried to come out of the van. എന്നാൽ ഇറങ്ങുന്നതിന് മുമ്പ് അവർ ആ വാഹനത്തിന് തീ കൊളുത്തി. And before they came out, they put the van on the fire. ആ പിഞ്ചു പൈതങ്ങൾ വെളിയിലേക്ക് ഇറങ്ങാൻ ഒത്തിരി ശ്രമിച്ചു കാണും. Maybe that small little babies would have started to come out. ഒരു ദൃക്സാക്ഷി ഇങ്ങനെയാ പറഞ്ഞത്. And this is what the person who saw കുഞ്ഞുങ്ങൾ told. വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ, Oh, when the children were trying to come out, പുറത്ത് നിന്നവർ കമ്പ് കൊണ്ട് കുത്തി അവരെ അകത്തേക്ക് ഇടുക. and with the stick they poke him down into the van. തന്റെ രണ്ട് മക്കളെയും മാറോട് ചേർത്ത് പിടിച്ച്, And this dear Graham Staines, he took the children into his own. കുഞ്ഞുങ്ങളും അവിടെ ചിതയ്ക്കകത്ത് അവർ ഒതുങ്ങി. And the fire burned them off. എന്താണ് അവരെ ട്രിഗർ ചെയ്തത്? What was that triggered him? ഭൂമിയിലെ നിക്ഷേപമായിരുന്നെങ്കിൽ അവർ ഓസ്ട്രേലിയയിൽ നിന്ന് പോരായിരുന്നു. Oh, it is not that they could have been in Australia with the worldly treasure. ഭൂമിയിലെ നിക്ഷേപത്തെക്കാൾ സ്വർഗ്ഗത്തിലെ നിക്ഷേപം വലിയതെന്ന് പറഞ്ഞു. Because they thought and they counted the greatest treasure is in heaven. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തുമാത്രമാണ്? Oh, I don't know how is greater their price in heaven. പ്രിയരേ, Oh my beloved, കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ, when we stand before the judgment seat, അവനവൻ ശരീരത്തിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും, the one who has come before him, whatever right or wrong he has done, അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ഒരു സമയം നിൽക്കേണ്ടി വരും. you have to stand in the presence of God to take that judgment. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെയാ പറയുന്നത്. In Revelations we read like this. 21-ാമത്തെ അധ്യായം and 21 word. 22-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. And 22:12 we read. ഇതാ ഞാൻ വേഗം വരുന്നു. Oh, I am coming soon. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. And I have the work to give every man according to his work. I have a reward in me. എൻ്റെ പ്രിയരേ, എൻ്റെ കർത്താവ് വരുമ്പോൾ, Oh, when my Lord comes in, പ്രതിഫലം വാങ്ങിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ, when I stand before him to take the reward, ഇന്ന് പകലിൽ എന്തെങ്കിലും കാണുമോ? Oh, do you have anything? ആ സ്വർഗ്ഗത്തിന്റെ ബാങ്കിൽ എനിക്ക് എന്തെങ്കിലും നിക്ഷേപം കാണുമോ? Oh, in that day, do you have any reward that he will give you? ഇല്ലെങ്കിൽ ഇന്ന് പകലിൽ ചിന്തിച്ചു തുടങ്ങണം. And if you think it is not, you should start thinking. എന്നും ഇങ്ങനെ ജീവിച്ചു പോകാമെന്ന് ചിന്തിക്കരുത്. Never ever think that you can just continually go like this. എന്നും ഇങ്ങനെ ഓടാമെന്ന് ചിന്തിക്കരുത്. You should never think that you can just run like this every day. ജീവിതം ക്ഷണികമാണ്. Oh, the life is temporary. പെട്ടെന്ന് തീർന്നു പോകും. Oh, it will finish away. എന്നാൽ ഇന്ന് പകലിൽ നിത്യതയെ ദർശനമാക്കി ഇന്ന് പകലിൽ ജീവിതം കെട്ടിപ്പടുക്കണം. Oh, you have to build your life seeing the treasure in heaven. നിത്യതയായിരിക്കട്ടെ നിന്റെ ദർശനം. Oh, let your vision be the eternity. നിത്യതയായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം. Let eternity be your goal. Hallelujah. പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ, when the reward will be distributed, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കണം. your hand should be strengthened indeed. ഇന്നലെ കർത്താവിന്റെ ദാസൻ ആ പ്രിയ മിഷണറിമാരെ കുറിച്ച് ഇന്ന് ഇവിടെ പറഞ്ഞു. I was telling about the missionary. കർത്താവിന്റെ ദാസി ഇവിടെ നിന്ന് മുന്നിൽ നിന്ന് പ്രസംഗിക്കുക. കർത്താവിന്റെ ദാസൻ 4th സ്റ്റേജ് ക്യാൻസർ ആണ്, അവിടെ വന്നിരിക്കുക. And we can see God's servant Leanne Wathier was speaking and her husband was sitting right in the front. അതിന്റെ ഒരു സമയത്ത് പെട്ടെന്ന് കർത്താവിന്റെ ദാസി ദൈവദാസനോട് ഇങ്ങനെ ചോദിച്ചു. And this is what she asked her husband. എനിക്കറിയാം എൻ്റെ ദൈവം വിടുവിക്കും. I know my Lord will deliver you. ഇല്ല, ദൈവം വിടുവിച്ചില്ലെങ്കിൽ, and if the Lord doesn't deliver you. ആ ദൈവദാസനെ നോക്കിയിട്ട് ഇങ്ങനെയാ പറഞ്ഞത്. And this is what she looked into the face and told. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ, when I will come into heaven, നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും. you can hear a voice. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. Oh, faithful dear servant. പ്രിയരേ, ഇദ്ദേഹത്തിന് ഈ 4th സ്റ്റേജിൽ ക്യാൻസർ അവരെ കണ്ടുപിടിച്ചപ്പോൾ, when they came to know that he had a 4th stage cancer, ദാസി ഇങ്ങനെയാ പറഞ്ഞത്. this is what the Lord's servant, അയ്യോ എൻ്റെ മക്കളുടെ കാര്യം എന്താകുമെന്നല്ല ചോദിച്ചത്. and he didn't ask what will happen to my children. അയ്യോ എൻ്റെ ഫാമിലിയുടെ കാര്യം എന്താകുമെന്നല്ല ചോദിച്ചത്. and the dear servant didn't ask what will happen to my family. അദ്ദേഹം പുള്ളിക്കാരിയോട് പറഞ്ഞ് ചോദിച്ചത് ഇങ്ങനെയാണ്. and this is what he asked when he entered the car. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ, when I go to heaven, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കാൻ പറ്റുമോ? oh, well, I will hear the voice, good and faithful servant. പ്രിയരേ, oh my dear, നമ്മൾ എത്ര ഓടി എന്നുള്ളതല്ല,
It is not that how much we ran the ഈ race. ഭൂമിയിൽ എത്ര വാരിക്കൂട്ടി എന്നുള്ളതല്ല. It is not that how much you collected the wealth in this race. അതെല്ലാം നല്ലതാ, നിങ്ങൾ ചെയ്തു. Oh, this is all good. You do it. നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകണം. You have to be blessed indeed. അതിനുവേണ്ടി ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കും. Oh, for sure we will stand as a pastors as intercessors. എന്നാൽ അതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. But that should not be your goal. നിന്റെ നിക്ഷേപം സ്വർഗ്ഗത്തിലാകണം. Your treasure should be in heaven. ഇന്ന് പകലിൽ എത്ര പേർ പ്രാർത്ഥിക്കും? How many people can pray? എത്ര പേർ പ്രാർത്ഥിക്കും? How many people can pray? സ്വർഗ്ഗത്തിലെ ബാങ്കിനകത്ത് നിന്റെ നിക്ഷേപം എത്രമാത്രമുണ്ട്? How much is the treasure in the bank? ദൈവരാജ്യത്തിന് വേണ്ടി നീ എന്താണ് മുടക്കിയിട്ടുള്ളത്? And what did you plant in for the heaven? നിന്റെ ശരീരം കൊണ്ടോ, നിന്റെ ആയുസ് കൊണ്ട്, നിന്റെ അധ്വാനം കൊണ്ട്, നിന്റെ ഫൈനാൻസ് കൊണ്ട്, നിന്റെ സമ്പത്ത് കൊണ്ട് ദൈവരാജ്യത്തിന് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? Through your labor, through your life, and through your talent, through everything that is given financially, how much are you able to give and do a treasure for the Lord? ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ആയിട്ടില്ലെങ്കിൽ, If you are not able to do as much as possible, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, if you are not able to do anything indeed, ദൈവസന്നിധി വന്നിട്ട് പറ, കർത്താവേ, oh, you come into the presence of the Lord and say, എനിക്ക് അങ്ങേക്ക് വേണ്ടി നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. oh Lord, I wanted to stand for you. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഓടണം എന്ന് ആഗ്രഹം. I want to be there for your kingdom. എനിക്ക് അതിനുള്ള കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. Give me the grace for that, oh Lord. എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹം. I wanted to spend for the kingdom of God. അതിനായി എൻ്റെ കരുത്തെ നീ ഒന്ന് ബലപ്പെടുത്തണേ. Oh Lord, enable and strengthen my hand for that. നീ നമുക്ക് പ്രാർത്ഥിച്ചേ. Oh, let us pray. Thank you, Jesus. ഈ ഭൂമിയിലെ കേമന്മാരുടെ ലിസ്റ്റിൽ നമുക്ക് കയറണ്ട. We don't want to be in the list of many great people on this earth. ദൈവത്തിന്റെ നല്ല സാക്ഷ്യത്തിന് വേണ്ടി നമുക്കായി നമ്മളെ തന്നെ ഒരുക്കാം. Let us all prepare ourselves to have a good testimony from the Lord. അബ്രഹാമിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞത് ഒത്തിരി സമ്പത്തുള്ള അബ്രഹാം എന്നല്ല. God didn't look into the Abraham and said that, oh, much treasure on this earth person. ഒത്തിരി സ്വത്തുള്ള അബ്രഹാം എന്നല്ല. And he never said, oh, the great wealth holder Abraham. ഒത്തിരി ആടുമാടുകളുള്ള അബ്രഹാം എന്നുമല്ല. He didn't say that, oh, great treasures and the sheep and goat you have, Abraham. അബ്രഹാമിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞ ഒരൊറ്റ പദം. And this is what the word that God told by seeing എൻ്റെ Abraham. സ്നേഹിതനായ അബ്രഹാം. Oh, my good friend Abraham. മോശയെ നോക്കിയിട്ടും ദൈവം പറഞ്ഞു. And by looking at Moses, this was told. മോശയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ല ദൈവം പറഞ്ഞു. And he didn't tell about the education about മിസ്രൈമിൽ Moses. നിന്ന് ലഭിച്ച അഭ്യാസവും അല്ല ദൈവം പറഞ്ഞു. He never had told about all the things that he had got from Egypt. എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായ ഒരുവനെ ഞാൻ കണ്ടിട്ടില്ല. He said that I have never seen as a humble servant like Moses. ശമൂവേലിനെ നോക്കി ദൈവം പറഞ്ഞത്. And God looked at Samuel and told. വലിയ വലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു എന്നല്ല പറഞ്ഞത്. He never told that you have been anointed so many of kings. ശമൂവേലിനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യം. This is what the testimony God said about Samuel. ഇവൻ എൻ്റെ വിശ്വസ്ത പ്രവാചകൻ. Oh, he is my faithful prophet. ദാവീദിനെ നോക്കി ദൈവം പറഞ്ഞ സാക്ഷ്യം. And this is what the testimony God looked at David and said. 40 വർഷം രാജഭരണം ഭരിച്ച രാജാവ് എന്നല്ല പറഞ്ഞു. He didn't say that this is a king that had reigned 40 years. അനേക സങ്കീർത്തനങ്ങൾ എഴുതിയ രാജാവൊന്നും അല്ല പറഞ്ഞു. He didn't say that, oh, he has written many psalms. എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. And he said, this is a person of my own heart. ദാനിയേലിനെ നിങ്ങൾ നോക്കേ. Oh, look at Daniel. ദാനിയേലിനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യം. This is what God said about testimony about Daniel. ഗവർണർ ആണെന്ന് ദാനിയേൽ എന്നല്ല പറഞ്ഞത്. This has not been told that, oh, you are governor. സിംഹത്തിന്റെ വായടച്ച ദാനിയേൽ എന്നല്ല പറഞ്ഞത്. This is not what it says that, oh, you have closed the mouth of the devil. പ്രിയ പുരുഷനായ ദാനിയേലേ. He said, oh, my beloved Daniel. ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം വിട്ടേച്ച്, oh, when we live our life on this earth, ആത്മാവ് നിത്യതയിലേക്ക് കയറി when our spirit get into the heaven, എന്താണ് നമ്മളെക്കുറിച്ച് സ്വർഗ്ഗം പറയുന്ന സാക്ഷ്യം? what is heaven going to tell the testimony about പ്രിയ you? മകനെ, പ്രിയ മകളെ, Oh, my beloved brother or sister, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, are you able to hear good and faithful servant? അതിനാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. And for that is what we have to അതിനാണ് prepare. ഒരുങ്ങേണ്ടത്. That is where we have to prepare. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. Let God enable us to become that.